സുവിശേഷ പ്രവർത്തകർക്ക് സംരക്ഷണമുണ്ടാകും എന്ന് നമുക്ക് ഉറച്ച് വിശ്വസിക്കാനായിട്ട് പറ്റും. മൂന്നാമതായി ബൈബിൾ തരുന്ന വാഗ്ദാനം ഇതാണ്: ഞാൻ നിന്നെ ശക്തിപ്പെടുത്തിക്കൊണ്ടേയിരിക്കും, ഞാൻ നിന്നെ ശക്തനാക്കും. സുഭാഷിതങ്ങളുടെ പുസ്തകം 18:10. കർത്താവിൻ്റെ നാമം ബലിഷ്ഠമായ ഒരു ഗോപുരമാണ്. നീതിമാൻ അതിൽ ഓടിക്കയറി സുരക്ഷിതനായി കഴിയുന്നു. സുഭാഷിതങ്ങൾ 18:10. വെള്ളപ്പൊക്കമൊക്കെ വരുന്ന അവസരത്തിൽ ആളുകൾ മലയിലേക്ക് ഓടിക്കയറി വെള്ളപ്പൊക്കത്തിൽ നിന്ന് രക്ഷപ്പെടാറുണ്ട്. ഇതുപോലെ ബൈബിൾ പറയുകയാണ്, ഒരു പാപത്തിൻ്റെ കൊടുങ്കാറ്റാകാം, അല്ലെങ്കിൽ ശത്രുക്കളെന്ന് പറഞ്ഞ ചില ബുദ്ധിമുട്ടുകളാകാം, കർത്താവിൻ്റെ നാമം ഉരുവിട്ടുകൊണ്ട്, കർത്താവിൻ്റെ നാമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് പ്രമാണങ്ങൾ പാലിച്ചുകൊണ്ട് ആ പ്രലോഭനത്തിന് മുമ്പിൽ സൂസന്നായെ പോലെ പാപം ചെയ്യാതെ, ജോസഫിനെ പോലെ പാപം ചെയ്യാതെ നിൽക്കുമ്പോഴും അത് ബലിഷ്ഠമായൊരു ഗോപുരം പോലെ അവരെ താങ്ങിക്കൊള്ളും. ബലിഷ്ഠമായ